എന്നിട്ട് അങ്ങോട്ട് പ്രസംഗിച്ച് അവൻ അറിയാവുന്ന യേശുവിനെ അവൻ്റെ ക്ലാസ്സിലെ പുൾപിറ്റിൽ നിന്ന്, അവൻ്റെ ക്ലാസ്സിലെ പ്രസംഗപീഠത്തിൽ നിന്ന് അവൻ ശക്തമായിട്ട് അങ്ങോട്ട് പ്രസംഗിച്ച് 5 മിനിറ്റ് നേരം അവൻ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ 5 മിനിറ്റ് നേരം പ്രസംഗം കഴിഞ്ഞപ്പോൾ അവിടെ കേട്ടുകൊണ്ടിരുന്ന കുട്ടികളിൽ വലിയൊരു വ്യത്യാസം ഉണ്ടായി. ആ കുട്ടികളിൽ ഏതാണ്ട് 5-6 കുട്ടികൾ ഇവൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നു. ചിലർ കുട്ടികൾ ഇവനോട് പറഞ്ഞു, പ്രത്യേകിച്ച് 1-2 കുട്ടികൾ ഇവനോട് പറഞ്ഞു, ഞാൻ കുറച്ച് കാലങ്ങളായി പള്ളിയിൽ പോകാറില്ല, ദേവാലയത്തിലേക്ക് പോകാറില്ല, കൂദാശകൾ സ്വീകരിക്കാറില്ല, കത്തോലിക്ക സഭ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, ഞാൻ നിരീശ്വരനാണ്. എന്നാൽ നീ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വീണ്ടും പള്ളിയിൽ പോകണം തോന്നി, എനിക്ക് വീണ്ടും കുർബാനയ്ക്ക് പോകണം തോന്നി, ഞാൻ അതുകൊണ്ട് കത്തോലിക്ക സഭയിലേക്ക് മടങ്ങിപ്പോവുകയാണ്, ഞാൻ പള്ളിയിലേക്ക് പോകണം, എനിക്ക് കുർബാനയ്ക്ക് പോകാൻ തോന്നുകയാണ്. അവൻ്റെ ഉള്ളിൽ 1-2 കുട്ടികളെങ്കിലും അവൻ്റെ ഈ പ്രസംഗം കേട്ട് പള്ളിയിൽ പോകാൻ തുടങ്ങി. വേറെ 2-3 കുട്ടികൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് താല്പര്യമായി, എനിക്ക് യേശുവിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം, നിനക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരിക, നിനക്കുള്ള പുസ്തകങ്ങൾ എനിക്കൊണ്ട് തരിക. അങ്ങനെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കാനുള്ള താല്പര്യം നിരവധി കുട്ടികൾ ഉണർന്നു. അനേകം കുട്ടികൾ അവനെ അഭിനന്ദിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രസംഗ മത്സരത്തിൽ അവന് 1-ാം സ്ഥാനം ലഭിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഒത്തിരി നല്ല നല്ല വിഷയങ്ങളെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ 1-ാം സ്ഥാനം യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ച ഈ കുട്ടിക്ക് ലഭിച്ചു. UK-യിലുള്ളൊരു പ്രത്യേകതയാണ്, ആ കുട്ടികളുടെ ഇടയിൽ നിന്ന് മനസ്സിലായത് എങ്ങനെയാണ്, ഈ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഒരു 98% കുട്ടികളും അത്തൈസ്റ്റുകളാണ്, നിരീശ്വരന്മാരാണ്. അവർക്ക് ദൈവമില്ല, വെറും പാഗൻ കൾച്ചറാണ് അവരെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നത്. പിതാവായ ദൈവം എന്താണെന്ന് അറിയാൻ പാടില്ല, പുത്രനായ യേശു എന്താണെന്ന് അറിയാൻ പാടില്ല, പരിശുദ്ധാത്മാവ് എന്താണെന്ന് അറിയാൻ പാടില്ല, ഈ മാതാവ് എന്താണെന്ന് അറിയാൻ പാടില്ല, സഭ എന്താണെന്ന് അറിയാൻ പാടില്ല, വിശുദ്ധ കൂദാശകൾ എന്താണെന്ന് അറിയാൻ പാടില്ല, പൗരോഹിത്യം എന്താണെന്ന് അറിയാൻ പാടില്ല. അങ്ങനെയുള്ള അനേകം കുട്ടികൾ വസിക്കുന്ന 98% കുട്ടികൾ ഇതുപോലെ അത്തൈസ്റ്റുകളായ നിരീശ്വരന്മാരായ ഒരു അന്തരീക്ഷത്തിലാണ് ഇന്ന് അനേകം യൂറോപ്യൻ രാജ്യങ്ങളിൽ നമ്മുടെ മലയാളി കുട്ടികൾ വളരണത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആ കുട്ടികളുടെ അങ്ങനെയുള്ള ക്ലാസ്സിൽ ഈ മലയാളിയായ ഈ കുട്ടി, അവന് കിട്ടിയൊരു അവസരം, 5 മിനിറ്റ് അവസരം കിട്ടിയപ്പോൾ 5 മിനിറ്റ് അവൻ്റെ ക്ലാസ്സിലെ പ്രസംഗപീഠത്തിൽ വെച്ച് യേശുവിനെ കുറിച്ച് പറയാൻ അവൻ പ്രസംഗ മത്സരത്തിൻ്റെ വേദി പോലും അവൻ വിനിയോഗിച്ച് അവൻ 5 മിനിറ്റ് പ്രസംഗിച്ചപ്പോൾ ആ കേട്ടുകൊണ്ടിരുന്ന അനേകരിൽ വിശ്വാസം ഉണർന്ന്, അനേകരിൽ പരിശുദ്ധാത്മ പ്രവർത്തിച്ചു. അവിടെ ദൈവരാജ്യത്തിൻ്റെ ഒരു വളർച്ച ഉണ്ടായി. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള സംഗതി, ഇന്ന് നമ്മൾ അനേകം കോൺവെൻറ്റുകൾ ക്ഷയിച്ചു പോകുന്നതിനൊരു കാരണം, ഇന്ന് നമ്മുടെ അനേകം പള്ളികളും ഇടവകളും ഗ്രൂപ്പിസം കൊണ്ട് പൊറുതിമുട്ടുന്നതിനൊരു കാരണം, ഇന്ന് നമ്മുടെ അനേകം കുടുംബങ്ങളിൽ എത്ര പണം കിട്ടിയാലും 5 പൈസയുടെ മേൽഗതിയില്ലാത്തതിൻ്റെ കാരണം, ഞാനും നിങ്ങളും പരസ്പരം പഠിപ്പിക്കാത്തതിൻ്റെ പാപം ചുമക്കുന്നു എന്നുള്ളത് തന്നെ. ഇത് നമ്മൾ കൂടുതൽ വായിക്കുന്നത് ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകത്തിലാണ്. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ തിരുലിഖിതം, നിങ്ങൾ ഏറെ തേടി ലഭിച്ചതോ അല്പം മാത്രം, നിങ്ങൾ അത് വീട്ടിലേക്ക് കൊണ്ടുവന്നു, ഞാൻ അത് ഊതിപ്പറത്തി. എന്തുകൊണ്ട്? സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും തൻ്റെ ഭവനത്തെ പ്രതി വ്യഗ്രത കാട്ടുമ്പോൾ എൻ്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ. ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എൻ്റെ നിങ്ങളുടെ വ്യഗ്രത എന്താ? അവനവൻ്റെ സ്ഥാപനങ്ങൾ എങ്ങനെയെങ്കിലും അത് കേടുകൂടാതെ കൊണ്ടു നടക്കുക, അവനവൻ്റെ വീട് കേടുകൂടാതെ കൊണ്ട് നടക്കുക, അവനവൻ്റെ ജോലിക്ക് തടസ്സം വരാതെ കൊണ്ട് നടക്കുക, അവനവൻ്റെ തടിക്ക് കേട് വരാതെ കൊണ്ട് നടക്കുക, അവനവൻ്റെ തടിക്കും അവനവൻ്റെ കുടുംബത്തിനും അവനവൻ്റെ സ്ഥാപനത്തിനും കേട് വരാതെ, അത് നഷ്ടം വരാതെ, കഷ്ടം വരാതെ എങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി അല്ലേ ഇന്ന് എൻ്റെ നിങ്ങളുടെ വ്യഗ്രത? ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ഞാനും നിങ്ങൾ നേരം വെളുത്താൽ രാത്രിയാകുന്നൊരു വ്യഗ്രതപ്പെടുന്നത് അവനവൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്. ഞാൻ നിങ്ങൾ നേരം വെളുത്ത രാത്രി കൊണ്ട് വ്യഗ്രതപ്പെടുന്നത് അവനവൻ്റെ സ്ഥാപനത്തിന് വേണ്ടി, കോൺഗ്രിഗേഷന് വേണ്ടിയാണ്. അവനവൻ്റെ ഓരോരോ മേഖലകൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾ വ്യഗ്രതപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കാത്തത് നിമിത്തം, ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കാത്തത് നിമിത്തം, തിരുസഭയെക്കുറിച്ച് പഠിപ്പിക്കാത്തത് നിമിത്തം, ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ചും വിശുദ്ധ ജീവിതത്തെക്കുറിച്ചും പഠിപ്പിക്കാത്തത് നിമിത്തം ഈ ലോകത്തിൽ ആത്മാക്കൾ തകർന്നാൽ വചനം പഠിപ്പിക്കുകയാണ്, ഞാനും നിങ്ങളും അധ്വാനിച്ച് കൊണ്ടുവരുന്നത് വീട്ടിൽ വെച്ച് സമാധാനത്തോടെ അനുഭവിക്കാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് തന്നെ തിരുലിഖിതം പഠിപ്പിക്കുന്നത്. ഹഗ്ഗായി പ്രവാചന പുസ്തകത്തിൽ 1-ാം അധ്യായം 9-ാം തിരുലിഖിതം, നിങ്ങൾ ഏറെ തേടി ലഭിച്ചതോ അല്പം മാത്രം, നിങ്ങളത് വീട്ടിലേക്ക് കൊണ്ടുവന്നു, ഞാൻ അത് ഊതി പടർത്തി. എന്തുകൊണ്ടെന്നാൽ സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും
തൻ്റെ ഭവനത്തെ പ്രതി വ്യഗ്രത കാട്ടുമ്പോൾ എൻ്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ കർത്താവിൻ്റെ സഭ ഇന്ന്, കർത്താവിൻ്റെ സഭയുടെ മക്കൾ ഇന്ന് ഛിന്ന ഭിന്നമായി കിടക്കുകയാണ്. അനേകം പേര് മദ്യപാനത്തിലൂടെ പോകുന്നു, അനേകം പേര് ദുർനടപ്പിൽ പോകുന്നു, അനേകം പേർ ഒന്നാം പ്രമാണത്തെ ലംഘിക്കുന്നു, അനേകം പേർ ജഡത്തിൻ്റെ പാപങ്ങളിൽ മുഴുകി കിടക്കുന്നു, പ്രാർത്ഥന ഉപേക്ഷിക്കുന്നു, ദേവാലയ കർമ്മങ്ങളിൽ താല്പര്യമില്ല, ദൈവത്തോടുള്ള വിശ്വാസം കുറയുന്നു. ഇങ്ങനെ കർത്താവിൻ്റെ സഭയുടെ കല്ലുകൾ നാൽക്കവലകളിൽ ചെതറിക്കിടക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഇന്ന് എന്തിനാ കൂടുതൽ വ്യഗ്രത? വീണ്ടും ഹഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 16-ഉം 17-ഉം തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്. 20 അളവ് ധാന്യം കൂട്ടിയിരുന്നിടത്ത് നിങ്ങൾ ചെല്ലുമ്പോൾ 10 അളവേ കാണാനുള്ളൂ. 50 അളവ് വീഞ്ഞ് കോരിയെടുക്കാൻ ചെന്നപ്പോൾ ചക്കിൽ 20 അളവേ കാണാനുള്ളൂ. നിങ്ങളുടെ എല്ലാ അധ്വാന ഫലങ്ങളും ഉഷ്ണക്കാറ്റും വിഷമഞ്ഞും കന്മഴയും അയച്ച് ഞാൻ നശിപ്പിച്ചു, എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നില്ല. 20 അളവ് ധാന്യം കൂട്ടിയിരുന്നിടത്ത് ചെല്ലുമ്പോൾ 10 അളവേ കിട്ടുന്നുള്ളൂ. 50 അളവ് വീഞ്ഞ് കോരിയെടുക്കാൻ ചെല്ലുമ്പോൾ 20 അളവ് വീഞ്ഞേ കാണുന്നുള്ളൂ. ഇതല്ലേ അധ്വാന മേഖലകളിൽ ഇന്ന് എൻ്റെ നിങ്ങളുടെ സ്ഥിതി? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ നിങ്ങൾ ബിസിനസ് മേഖലയിൽ ചത്ത് പണിയെടുക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കൃഷി മേഖലയിൽ ചത്ത് പണിയെടുക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ കാര്യത്തിനും വേണ്ടി ഓടി നടക്കുകയാണ്. എന്നാൽ ഗതി ഉണ്ടാകുന്നില്ല, എന്നാൽ സമാധാനം ഉണ്ടാകുന്നില്ല, എന്നാൽ സന്തോഷം നിറയുന്നില്ല, ആത്മസംതൃപ്തി ഉണ്ടാകുന്നില്ല. അതിൻ്റെ ഒരു കാരണം കർത്താവിൻ്റെ തകർന്നു പോകുന്ന സഭയെക്കുറിച്ചുള്ള ഉത്കണ്ഠയില്ലാത്തതാണ്. നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഉത്കണ്ഠയില്ലാത്തതാണ്. പരസ്പരം പഠിപ്പിക്കാനും ഉപദേശിക്കാനും കിട്ടുന്ന സമയം ഞാൻ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഇന്ന് ഞാൻ നിങ്ങളത് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? ഓരോ സംഭവങ്ങളിലും, ഓരോ ദിവസങ്ങളിലും, ഓരോ മണിക്കൂറുകളിലും എനിക്ക് നിങ്ങൾക്കും കർത്താവിനെ കുറിച്ചും കർത്താവിൻ്റെ സഭയെക്കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കാൻ അവസരം ലഭിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളത് വിനിയോഗിക്കുന്നുണ്ടോ? ഇത് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്. ഇന്ന് എന്താണ് എൻ്റെ നിങ്ങളുടെ അവസ്ഥ? ഹഗ്ഗായി പ്രവാചക പുസ്തകത്തിൽ 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 20 അളവ് ധാന്യം കൂട്ടിയിരിക്കുന്നത് ചെല്ലുമ്പോൾ 10 അളവേ കാണാനുള്ളൂ. 50 അളവ് വീഞ്ഞ് കോരിയെടുക്കാൻ ചെല്ലുമ്പോൾ ചക്കിൽ 20 അളവേ കാണാനുള്ളൂ. എത്ര അധ്വാനിച്ചിട്ടൊരു മേൽഗതിയില്ല, എത്രമാത്രം ഓടി നടന്നിട്ട് ഒരു സമാധാനം ഇല്ല, ഒരു സന്തോഷമില്ല. അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം തിരുസഭയുടെ നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ ആത്മാക്കൾക്കും വേണ്ടിയുള്ള ആ ഒരു തീഷ്ണത, പരസ്പരം പഠിപ്പിക്കാൻ, പരസ്പരം നോക്കാൻ, പരസ്പരം സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള ഉത്സാഹം എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് തന്നെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവമായ കർത്താവിന് രാജ്യത്തിന് വേണ്ടി പാടുള്ളതുപോലെ വേല ചെയ്യണം. എൻ്റെ പണം കുറച്ച് ദൈവരാജ്യ വിലയ്ക്ക് കൊടുക്കണം, എൻ്റെ സമയം കുറച്ച് ദൈവരാജ്യ വിലയ്ക്ക് കൊടുക്കണം. ഞാനും കുറച്ച് നേരിട്ട് എനിക്ക് അറിയാവുന്നവരോട് ഞാൻ നേരിട്ട് സംസാരിക്കണം, ഇടപെടണം. അതുകൊണ്ടൊരു അഗ്നി അഭിഷേകം എൻ്റെ മേൽ കത്തിപ്പടരട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്വർഗ്ഗത്തിലെ അഗ്നിയേ, ഉന്നത അഭിഷേകമേ, ദൈവരാജ്യ വേലയുടെ ആത്മാവേ, അഗ്നി അഭിഷേകമേ, കത്തിപ്പടരണമേ. ഹോളി സ്പിരിറ്റ്, അഭിഷേകാഗ്നി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വലിയ ആഗ്രഹത്തോടെ ഹോളി സ്പിരിറ്റ് ഉണർവിന്റെ ആത്മാവ്, ശുശ്രൂഷയുടെ ആത്മാവ് കത്തിപ്പടരട്ടെ, കത്തിപ്പടരട്ടെ. ശക്തി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം 3-ാം അധ്യായം 13-ാം തിരുലിഖിതം. ഇന്ന് എന്ന കാലം ഉള്ളിടത്തോളം കാലം നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ. ഇത് പാപത്തിൻ്റെ വഞ്ചനയാൽ നിങ്ങളുടെ ഹൃദയം കഠിനമാകാതിരിക്കാൻ വേണ്ടി അത്രേ. ഹല്ലേലൂയ.
വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ ദൈവപുത്രനായ യേശുക്രിസ്തു പഠിപ്പിച്ചു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല. 2 കരങ്ങൾ ഉയർത്തി യേശുവിൻ്റെ നാമത്തെ എല്ലാവരും വിളിക്കട്ടെ. യേശുവിനെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെ മേലും അത്ഭുതമായ ശക്തി വ്യാപരിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി മനസ്സ് നുറങ്ങി ഉറക്കെ വിളിക്കുന്നു, യേശുവേ 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 യേശുവേ. ആരാധന ആരാധന രാജാധിരാജന് ആരാധന ആരാധന